ഹലോ നമസ്കാരം. ഇന്ന് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ വന്നായിരുന്നേ. അപ്പോൾ അവൻ്റെ കപ്പ പറിക്കാമെന്ന് പറഞ്ഞു. ഇതുപോലത്തെ കപ്പ അടുത്തിടയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഓസ്ട്രേലിയയിൽ ഈ ക്യൂൻസ്ലാൻഡ് ഭാഗത്തൊക്കെ ഇതുപോലെ കപ്പയുണ്ടാവും. അത് പുള്ളി ഒന്നും ചെയ്തിട്ടില്ല, ഒരു വളമിടാത്ത കപ്പയാണ്. എങ്ങനെയൊക്കെ വന്നാലും ഒരു 10-20 കിലോ എങ്കിലും ഏറ്റവും കുറഞ്ഞതുണ്ട്. ഇത് കണ്ടോ, ഈ കിഴങ്ങ് കണ്ടോ, അതുപോലെ സൂപ്പർ കപ്പയാണ്. അപ്പോൾ ഇതുപോലത്തെ തണ്ട് നമ്മൾ ഈ പുള്ളി കൊണ്ടുവന്നത് ബണ്ടാബർഗിൽ നിന്നാണ്. ബണ്ടാബർഗ് അവിടെ ഏതൊരു സായിപ്പിനിരുന്ന ഈ തണ്ട് കൊണ്ടുവന്നത്. ഈ സാധാരണ തണ്ട് കൊണ്ട് നട്ടിട്ട് കാര്യമില്ല, നല്ല ഇനം കപ്പയുടെ തണ്ട് കൊണ്ട് വെച്ചിട്ട് കാര്യമുള്ളൂ. പുള്ളി കുറേ തണ്ടുണ്ടായിരുന്നു, പുള്ളി എല്ലാവർക്കും കൊടുത്തു. പക്ഷേ ഞാനവിടെ ഇല്ലായിരുന്നല്ലോ. ഞാനിന്ന് ചുമ്മാ ഇവിടെ പുള്ളിന് ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു കപ്പ പറിക്കാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എനിക്ക് തണ്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറിച്ചതാണിത്. ഏതൊക്കെ ആയാലും അടുത്ത വർഷം റോക്കാമിൻ്റെ വരുവാണെങ്കിൽ തണ്ട് നിങ്ങൾക്ക് തരാം, നട്ട് നോക്കട്ടെ ഉണ്ടായാൽ. ഓക്കെ, ഇതാ നമ്മുടെ കൂട്ടുകാരൻ. പുള്ളി ഇവിടെ പറിക്കാൻ ഇത് നട്ടതാണ്. പുള്ളിക്ക് കുറച്ച് കപ്പയുണ്ട്. പുള്ളിയെല്ലാം കളയുക ചെയ്തത്, കാരണം ഇത്തരം കപ്പ പുള്ളിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടേ. ഇപ്പോൾ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. ഇതുണ്ടോ, ഈ കപ്പയൊക്കെ പറിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കിഴങ്ങുള്ള കപ്പയാണ്. പുള്ളിയെ ഒരു വലിയ ചതി ചെയ്തു കേട്ടോ. ആ പറിച്ച കപ്പ മുഴുവൻ എനിക്ക് തന്നു വിട്ടു. ഞാൻ പുള്ളിയോട് പറഞ്ഞു എനിക്ക് കപ്പ വേണ്ട, ഇത്രയും കപ്പ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഈ കപ്പ കൊണ്ടുവന്ന് ഇനി പൊളിക്കണം. വൈഫാണെങ്കിൽ ഡ്യൂട്ടിക്ക് പോയി. അങ്ങനെ വലിയ പെട്ടു സംഭവം. ഞാൻ പറഞ്ഞു പുള്ളിയോട് പറഞ്ഞു പകുതി കപ്പ പുള്ളി എടുത്തോ, എനിക്ക് കപ്പ ഇത്ര വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. ഇത് ഏകദേശം ഒരു 10-20 കിലോ കപ്പ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒറ്റ ചുവട് കപ്പ കുറച്ചാൽ കേട്ടോ. അപ്പോൾ ഈ കപ്പയുടെ ചുവട് കണ്ടോ, ഇത് പുള്ളി അവിടെ ഈ സായിപ്പ് പറഞ്ഞെന്തോ ഡെവലപ്പ് ചെയ്ത കപ്പയാന്നൊക്കെ പറയുന്നുണ്ട്. ഈ കപ്പയുടെ ചുവട് നോക്കിയേ, ഇത് തന്നെ ഒരു 5 കിലോയും മുകളിൽ വരും. ഇതുകൊണ്ടോ. അപ്പം അങ്ങനെ കപ്പ കൊണ്ടെന്ന് വെച്ചു. ഇനി കപ്പ പൊളിക്കണം. ഈസ്റ്ററിനാണെങ്കിൽ അപ്പോൾ പുള്ളി പറയുക ഇവിടെ ഈ കുറേ ലോക്കൽ ബുച്ചർമാരൊക്കെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കന്നാലിയെ കൊണ്ടുവന്ന് കൊന്ന് അങ്ങനെ കൊടുക്കുന്ന ഇവിടുത്തെ മുസ്ലിങ്ങളല്ല, ഇവിടുത്തെ ഈ സായിപ്പന്മാരുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തന്നെ 2 ഫാക്ടറി ഉണ്ട്. മറ്റേ ഈ ബീഫ് ഫാക്ടറി. ഈ റോക്കാംപ്ടൺ എന്ന് പറയുന്ന ബീഫിൻ്റെ ടൗണാണ്. അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് ഭയങ്കര പൈസ കുറവാണ്. $8 കൊടുത്തു കഴിഞ്ഞാൽ $8.5 1 കിലോ ഇറച്ചി കിട്ടും. എല്ലിനൊക്കെ $1.5 ഉള്ളൂ കേട്ടോ. നമ്മളെ കട വരുന്നതല്ല, പച്ചക്കറിക്കെല്ലാം വില കൂടുതലുണ്ട്. ഇതുണ്ടോ, പുള്ളി കുറച്ച് എല്ല് പുള്ളിയുടെ വെട്ടി വെച്ചത് എല്ലും കൂടെ തന്നു വിട്ടു കപ്പ ഒഴുകാൻ. അപ്പം ഇതൊക്കെ പണിയാണ്, ഇതെല്ലാം ഇനി ചെയ്യണം. അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ഓക്കെ, എന്നാൽ ബൈ.